ഇന്നിപ്പോൾ ഇതെന്താ പണിയെന്നല്ലേ നിങ്ങൾ വിചാരിക്കണേ. എനിക്കെപ്പോഴും ഈ ചെടിയുടെ പുറകെ നടന്നു തുടങ്ങിയാൽ പിന്നെ എനിക്ക് എന്നും പണിയാട്ടോ. എവിടെയെങ്കിലും പോയി കഴിയുമ്പോൾ അപ്പം എവിടെന്നെങ്കിലും ഒരു ചെടി കിട്ടും. അത് നട്ടില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനമില്ല. അപ്പോൾ ഞായറാഴ്ച പോയിപ്പോൾ വാങ്ങിച്ച ചെടിയാണ് അത്. ഞാനപ്പോൾ ഇന്ന് നടാമെന്ന് വിചാരിച്ചു. അത് 2 ദിവസം വെള്ളത്തിലിട്ട് വെച്ചു. ഇനി അത് വെള്ളത്തിലിട്ട് വെച്ച ചെടിയുടെ പരിപാടി തീരും. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണും അതേപോലെ ബയോ കമ്പോസ്റ്റും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നടാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഏറ്റവും നല്ലൊരു വളമായിട്ട് തോന്നിയതാണ് ഈ ബയോ കമ്പോസ്റ്റ് കേട്ടോ. നമുക്ക് നമ്മുടെ പച്ചക്കറി വേസ്റ്റൊക്കെ ഞങ്ങൾ കോർപ്പറേഷനിൽ കൊടുക്കുന്ന വേസ്റ്റാണ്. അത് ഞാൻ പച്ചക്കറിയുടെ വേസ്റ്റ് കൊടുക്കില്ല. അത് ഞാൻ എടുത്ത് എൻ്റെ കമ്പോസ്റ്റ് ബിന്നിൽ ഇട്ട് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കണത്. കുറച്ച് പുഴുവൊക്കെ വരും കേട്ടോ. എന്നാലും നമുക്ക് വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കണ ഒരു പൊടി പോലത്തെ ഇതുണ്ട്. ഇനോക്കുലല്ല, വേറൊരു ഐറ്റമാണ്. അത് ഞാൻ ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ബയോ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലോണം പൊടിഞ്ഞ് കിട്ടും കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടും. അത് ബയോ കമ്പോസ്റ്റും മണ്ണും വേപ്പിമിണ്ണാക്കി എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തും കുറച്ച് ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ പച്ചക്കറി ആയാലും പൂച്ചെടികളായാലും എന്ത് നടുമ്പോഴായാലും നമ്മൾ അതിലൊരു മിക്സാക്കി ഇടുന്നത് അങ്ങനെയാട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ 2 ചെടിയാണ് കൊണ്ടുവന്നത്. ഒന്ന് ഒരു ഫേണാട്ടോ. പണ്ട് നമ്മുടെ അടുത്ത് ഉണ്ടായതാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറേ നാൾ നോക്കി അന്വേഷിക്കുകയൊന്നും ചെയ്യാതെ ചെടികളൊക്കെ കുറേ പോയി. അപ്പോൾ ഇതൊക്കെ വീണ്ടും എനിക്ക് ഈ ചെടിയൊക്കെ വെച്ചുപിടിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതൊരെണ്ണം കിട്ടിയിട്ടുണ്ട്. അതും പിന്നെ ഒരു ബിഗോണിയാണ്. ഈ ബിഗോണിയ നമ്മുടെ അടുത്ത് ഉണ്ടായതാണ്, പക്ഷെ അതും ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ ബിഗോണിയും ആ ഫേണും കൂടി ഇന്ന് നമ്മൾ വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നമ്മളൊരു അത്യാവശ്യം ഒരു വലിയ ചട്ടിയാട്ടോ ഇതിനെടുത്തേക്കണം. കാരണം ഇത് നല്ല തിക്കായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു ചെടിയായിട്ട് നമുക്കൊരു ഇൻഡോർ പ്ലാന്റായിട്ട് സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ചെടിയാണ്. തണലിൽ വളരുന്ന നല്ലൊരു ചെടിയാണ്. അപ്പോൾ ഞാൻ അതിനൊരു അത്യാവശ്യം നല്ല വലിയ ചട്ടി എടുത്തിട്ടുണ്ട്. എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി തന്നെയായിട്ടാണ് കൂടുതൽ എൻ്റെ അടുത്തുള്ളത്. അതിലിപ്പോൾ ഇത് നട്ടു. ഇനി നമ്മൾ ബിഗോണിയെ നടാനായിട്ട് അതിനും കുറച്ച് ചെറിയ ചട്ടിയായിട്ട് എടുത്തേക്കണം. അതിലേക്ക് നമ്മൾ ഈ മണ്ണെല്ലാം കൂടി മിക്സ് ചെയ്യാണ്. പിന്നെ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാട്ടോ ഞാൻ എൻ്റെ ചെടികളെല്ലാം നടണതും ആദ്യം നട്ട് കഴിയുമ്പോൾ തണലത്ത് വെക്കണതും എല്ലാം ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള ഒരു പോർഷനാട്ടോ. ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ പോർഷൻ ഞാൻ ഇതുവരെയും കാണിച്ചിട്ടില്ല. അത് എൻ്റെ ഒരു ചെറിയൊരു ഗാർഡൻ എനിക്കുണ്ട്. അത് നമ്മൾ ഒരു ഗാർഡൻ ടൂറോ അങ്ങനെ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. അങ്ങനെ ടൂറെന്നൊന്നും പറയാനില്ല, കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ഞാനൊരു വീഡിയോ കാണിക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള പോർഷനാട്ടോ. അവിടെയാണ് ഞാൻ ഈ പച്ചക്കറി കൃഷിയും എല്ലാം ചെയ്യണത്. അവിടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാ കൃഷിപ്പണികളെല്ലാം ചെയ്യണത്. ഈ മണ്ണും എല്ലാം മിക്സ് ചെയ്യണതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെല്ലാം നട്ടിട്ട് കാണാം കേട്ടോ. ഓക്കെ. ഈ ഫേണും ഈ ബിഗോണിയാട്ടോ. അതിപ്പോൾ ചെറിയ അത്യാവശ്യം വെയിലത്തുള്ള